എന്തെങ്കിലും പറയാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാനിപൂരി ഈറ്റിംഗ് ചലഞ്ച്. നമ്മളപ്പോ ഫസ്റ്റ് ഒരു പ്ലേറ്റിൽ 15 പാനിപൂരി വെച്ചിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ആരാണ് ഇത് കഴിച്ചു തീർക്കുന്നത് അവരാണ് വിന്നർ. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കഴിച്ചു തീർക്കണം. രണ്ടു വന്നു തന്നെയല്ലേ? ഇപ്പൊ രണ്ടുപേരും അവസാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ ചുമ്മാ കഴിച്ചു തീർക്കണം. എന്തായാലും ഇത് നമ്മുടേതാ. ഇവരാരെങ്കിലും ജയിക്കുവാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ ഡിസ്കംഫോർട്ട് കൊണ്ടാണ്. ഞാൻ അത്ര കംഫോർട്ടായിട്ടല്ലേ. അതിനിപ്പോ അങ്ങനെ നേരത്തെ ഒന്നും പറയണ്ട. നമ്മൾ അവന്റെ കംഫോർട്ട് നോക്കിയിട്ടാണ് ഇവിടെ വന്ന് എഡിറ്റ് ഇവന് ആക്രാന്ന് അങ്ങോട്ടിട്ട് വയ്യ കാഴ്ച. എന്ത് ചെയ്യണോ? 1 ലക്ഷം രൂപ സമ്മാനം. 1 ലക്ഷം എന്തുവാ കുഞ്ഞ? 1 ലക്ഷം പോയിട്ട് ഇല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ 1 ലക്ഷം രൂപയൊക്കെ വെറുതെ ഇല്ലേ? നീ ചിന്തിച്ചില്ലേ? ഒന്നുമില്ല, കഴിക്കാം. അതെ, ഇന്നത്തെ ഇതിന്റെ ഇത് പാനിപ്പൂരി തിന്നാം. ഇനിയും ചലഞ്ചുകൾ വരുന്നതാണ്. അല്ല, ഈ ചലഞ്ചിന്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കും. അതെ, അത് വെച്ചിട്ട് ഇനി അടുത്ത ഈറ്റിംഗ് ചലഞ്ച് നമുക്ക് വേണോ നമുക്ക് തീരുമാനം എടുക്കാം. വേദന എന്തിനു ഭയക്കണം? ടൈഗർ ബാം റെഡ് ഉണ്ടല്ലോ. 1 2 3 സ്റ്റാർട്ട്. അതിന് മുന്നേ ഇവരൊക്കെ മൂക്കി ഗൈസ്, ഇവര് കള്ളന്മാരെ. അമ്മ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ട്. വാശിയേറിയ പോരാട്ടം. മുക്കുന്നില്ല, അവിടെ കളക്ടർ ഡയറക്റ്റ് തൊട്ട് നിൽക്കുന്നു. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്റെ പെങ്ങള്. ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്റെ എല്ലാം വലുതായിരുന്നു, അതുകൊണ്ടാ. പിന്നെ എന്താ സെക്കൻഡ് അവർക്ക് ഫസ്റ്റ് ഞാൻ ഇതാക്കി. സെക്കൻഡ് അവർക്ക് രണ്ടെണ്ണം ഇത് 5. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. അവള് ചലഞ്ചായിട്ടല്ല, ആസ്വദിച്ച് കഴിക്കുക. ഞാൻ ജയിച്ചിരിക്കുന്നു. എതിരാളികളില്ലാതെ ജയിച്ചിരിക്കുന്നു. ഏതോ 1 ലക്ഷം രൂപ ക്ലാസ് പ്രൈസ് എനിക്ക്. സെക്കൻഡ് പ്രൈസ് കോസ്റ്റ് കുഞ്ഞിനെ ഇത്ര കഴിച്ചോ? ഇത്രയും കഴിച്ചോളൂ. എനിക്ക് വലുതായിരുന്നോടാ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്ന ആൾക്കാർ അടുത്ത സ്ഥലത്തുണ്ട്. പിന്നെ 5 പൈസ. അല്ല, മറ്റേ നമ്മള് ഫസ്റ്റ് പറയാൻ മറന്നുപോയി. തോക്കുന്ന ആൾക്ക് മുളക് കടിക്കുന്ന അങ്ങനെ സാധനം ഇല്ല. അങ്ങനെ ഒരു സാധനം നമ്മൾ ആദ്യം ഫസ്റ്റ് ആയിട്ട് 20 1
മുളക് തിന്നണം, മുളക് തിന്നേ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല, guys. അങ്ങനെ ഉണ്ട്. ഇത് സെക്കൻഡിനും ഉണ്ട്, സെക്കൻഡിന് വേറെ പാവയ്ക്ക വേണ്ട. ആവശ്യമാണ് എനിക്ക് അതിപ്പോ ഇഷ്ടമല്ല. 5 പീസ് 5 പീസ് വെച്ചോ. ഏഹ് രണ്ടുപേരും കൂടെ 5 പീസ് 5 പീസ് കഴിച്ചു. അതിനകത്ത് ആരാ ജയിക്കുന്നത്? അത് ഫസ്റ്റ്. സൂപ്പർ ഓവർ പോടാ, അവൻ ജയിച്ചില്ല പിന്നെന്തോ. നിങ്ങൾ രണ്ട് ഫസ്റ്റ് സെക്കൻഡ് പോകുന്നില്ല. കുറച്ചുള്ള മറ്റേ നോർത്തിലെ എന്തോ ഓടയുടെ അവിടെ ഉണ്ടാക്കുന്ന സാധനം എന്താ പറഞ്ഞില്ല, എന്താ കറുത്ത ഇത് എലിയൊക്കെ പോന്ന അതന്നെ. എന്തായാലും തോറ്റു. അതിനൊക്കെ പയ്യെ കഴിക്കാം. അതാ പിന്നെ ഫാൻസിന്റെ ആൾക്കാരൊന്നും എന്നെ ഇടിക്കും. ജ്യോതിക ഫാൻസ് അസോസിയേഷൻ. ചേട്ടന്റെ പാട്ട് കേൾപ്പിക്കട്ടെ. ആ പാട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചിരിയാണ്. ചിരിയാണ് main. ആട് പ്രസവിക്കാൻ കിടക്കുന്ന ചിരിയാണ്. ഒന്നൂടെ. ആട് പ്രസവിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ആട് പ്രസവിക്കുമ്പോ പോയിരിക്കുക. അനസ്തേഷ്യ പ്രശ്നന്നൊക്കെ പറയണം. ആടിനായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നത്. തിന്നു കേട്ടോ. മൂന്നാം സ്ഥാനങ്ങളിൽ കിട്ടും ചിന്തി. ഇതിന് 3ാം സ്ഥാനം പോലും എടുക്കാൻ പറ്റില്ല. എന്ത് ടൈമർ ചെയ്യാന്ന് നോക്കുവാണ്. 4 മിനിറ്റ് കൊണ്ട് തിന്നു തീർത്തോ? നീ 4 മിനിറ്റ് എടുത്തില്ല. ഇത് ഷോർട്ടായിട്ട് ഇടാം. ഞാൻ എത്ര നേരം കൊണ്ട് തിന്നു തീർത്ത്? നീ സമയം നോക്കിയില്ല, പെട്ടെന്ന് അയച്ചു. എന്തുവായിരുന്നേ? നീ എനിക്കൊരു എതിരാളിയെ അല്ലായിരുന്നേ. എന്തോ പുച്ഛം തോന്നുന്നു എനിക്ക്. ഞാനന്ന് ഫസ്റ്റ് മുമ്പേ 5 പാനിപ്പൂരി എടുത്തേ. ഇവള് ഫസ്റ്റ് ആവുന്ന വീഡിയോ ഞാൻ റിവേഴ്സ് ചെയ്യണം. മുമ്പേ 5 പാനിപ്പൂരി എടുക്കുവോ? റെഡിയാണോ? 5 പാനിപ്പൂരി ചലഞ്ച്. ഐ ആം റെഡി. റെഡി. ഇവിടെ വേണ്ട. എന്റെ പൊന്ന് റെഡി അല്ലേ പൊന്നെ? ഇനി വയ്യ എനിക്ക്. അയ്യോ, പറയരുത്. എന്റെ കുഞ്ഞു റെഡിയാ. ഞാൻ കഴിച്ചോളാം. മത്സരം തോറ്റു പോകാത്ത എന്നാലും കുഴപ്പമില്ല. പറ്റും പൊന്നെ, പറ്റും. വേണ്ട, അവിടെ വേണ്ട, ഇനി വേണ്ട. ആള് വെക്കോ? ആള് വെക്കുന്നതിന്റെ എനിക്ക് വേണ്ട. ഇത് നിങ്ങളുണ്ട് ഇത്? മത്സരമായിട്ട് രണ്ട് റെഡിയാണല്ലേ? ഓക്കെ ഗൈസ്, ഞാൻ റെഡിയാണ് ഗൈസ്. അവന്റെ വലുതാ. 4 ഒന്നും വരുന്നില്ല അവന്റെ. ഇത് കണ്ടു എന്റെ എല്ലാം വലുതാ. എനിക്ക് സ്റ്റാർട്ട് ആണോ? ഗൈസ് അപ്പം രണ്ടാമത്തെ ചലഞ്ച്. രണ്ടാമത്തെ നീ challenge. തോറ്റല്ലേ? നീ തോറ്റു. നീ തോറ്റു. ഇതിന്റെ പ്രസക്തി ഗൈസ്. അപ്പം ഞാൻ ഇവർക്ക് വേണ്ടി തോറ്റ് തന്നാണ് ഗൈസ്. അതെ, വളരെ നന്ദിയുണ്ട്. നന്ദിയുണ്ടേ. ഗൈസ് അപ്പൊ അടുത്ത ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചോണ്ട് അരുണ് അത് ഒരു അരുണൊന്നുമില്ല. ഇവർ ഭയങ്കര അരുണൊന്നുമില്ല. കാരണത്തെ ചെയ്യുന്നത് നടക്കത്തില്ല ഗൈസ്. അപ്പൊ അരുണ് ഇതായോണ്ട് വിഷമമായോണ്ട് അരുണ് ജയിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടാം നമ്മൾ 5 അല്ലെങ്കിൽ ഇത് രാത്രി പോയിട്ട് കരയും. അതെ അതുകൊണ്ട് 5 പാനിപ്പൂരി വെച്ചിട്ട് പിന്നെ ഒരു ചലഞ്ച്. പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞു, അരുൺ ചേട്ടനെ സൂം ചെയ്ത് പല്ല് തേച്ചിട്ടില്ല. അല്ലേ? അതെ, ക്ലോസ് എടുക്കരുത്. ചിരി ചിരി ചിരി. ഓക്കെ, അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും റെഡി വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാം. റെഡി 1 2 3 ശരി, ശരി. വെള്ളം താ. അരുണ് പോയി. ഇതുവേ ഓളാ. ഞാൻ പറഞ്ഞില്ലേ 3 എണ്ണം ഒരുമിച്ച് വാരിട്ട് ആ, ആ, ആ. ചവച്ച് തീരുന്നതാണ് ചവച്ച് തീരുന്നതാണേ. അല്ല, ഞാൻ ജയിച്ചു. കള്ളമില്ല. ഞാൻ ജയിച്ചു ഗൈസ്. ഇറങ്ങി വീഴാൻ കേട്ടോ. കക്കൂസി പോ. ഇന്ന് ബംഗാളി ചേട്ടന് വേറെ ഒരു പാനിപ്പൂരി വേണ്ടായിരുന്നു. നമ്മളതെല്ലാം മേടിച്ചു. പുള്ളി കട ക്ലോസ് ചെയ്തു. എന്തോ ഇതിനകത്ത് മുഴുവൻ പാനിപ്പൂരിയാ. അത് കാണിക്കണം. മസാലപ്പൊടി ഇടുന്നുണ്ട്.
മത്സരം കഴിഞ്ഞു ഗൈസ്. കഴിക്കാൻ എടുക്കാം മത്സരം കഴിഞ്ഞു ഇത് guys. മത്സരം ജയിച്ചേക്കുന്നത് ഇതുമാണ്. കാര്യമില്ല കഴിച്ച് ഇതിന്റെ ക്ലാപ്പ് വന്നു. ഒരു കാര്യം പറയട്ടെ guys. എന്തെന്താ? ഇവര് ഞാൻ ജയിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് നേരത്തെ ഓൾറെഡി കൊറേ പാനിപ്പൂരി ഒരു സ്പൂണിന്റെ അര സ്പൂൺ ഇവള് കഴിച്ചത്. ഒരു പാനിപ്പൂരി അല്ലാണ്ട് കഴിച്ചില്ലേ? ഞാനും കഴിച്ചില്ല. കള്ളത്തരം പറയരുത്. ഇവരെല്ലാം കള്ളന്മാരാണ് ഗൈസ്. ഞാനൊരു മസാല അതുകൊണ്ട് ഞാൻ എന്റെ ഏട്ടന് വേണ്ടി ഞാൻ ജയിപ്പിച്ചതാണ്. പറ്റുന്ന സാധനം കേട്ടോ. രണ്ടുപേരും തോറ്റു. ജയിച്ചേക്കുന്ന ഏതുവാണ്? താങ്ക് യു. സമ്മാനമൊന്നുമില്ല. ഉമ്മ തരത്തേക്ക് സമ്മാനായിട്ട് ഇല്ല ഗൈസ്. അപ്പൊ ഞാൻ ആരണ്യത്തിൽ വിജയിച്ചത്. ഞങ്ങൾ Thank you. ജയിച്ചു കൊടുത്തത്. അപ്പൊ ഈറ്റിംഗ് ചാലഞ്ച് ഇനി വേണോന്നുള്ളത് കമന്റിനകത്ത് ഇട്. അതെ കമന്റിൽ അപ്പൊ ഗായ്സ് ഇനിയും ഇതുപോലത്തെ ഈറ്റിംഗ് ചലഞ്ച് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സജഷൻ പറയാട്ടോ എന്റെ വീഡിയോ എന്നാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കണം എന്നാണ്. അപ്പൊ അത് എന്ത് തരമൊക്കെ വീഡിയോ ചലഞ്ച് അങ്ങനൊക്കെ എന്തൊക്കെ വേണമെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം. അരുണ എന്തെങ്കിലും പറയാ? ചേട്ടൻ യദുകൃഷ്ണന്റെ ഫ്രണ്ടാണ്. നമ്മളെ കണ്ട് ഇവരെന്താ അടിച്ചിട്ടുണ്ട് ഗായ്സ്. ഇത് പറഞ്ഞോളൂ പിന്നെ പറഞ്ഞോളൂ. അല്ല, അത് പറഞ്ഞില്ല. സീനിയർ ആയിരുന്നു, നമ്മുടെ സീനിയർ ആയിരുന്നു അരുൺ ചേട്ടൻ. 27 വയസ്സുണ്ട്. കല്യാണാലോചനകൾ സിംഗിൾ ആണ്. സിംഗിൾ വേറെ ആരെങ്കിലും പേര് വെച്ച് തുടങ്ങിയാ പോലെ പോയതിൽ അപ്പൊ താല്പര്യ കക്ഷികൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇല്ല കട്ടില്ല. നിങ്ങളെ കട്ടില്ല. ഇത് ഞാൻ ഇടും. അതൊന്നും വേണ്ട. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ ഗായ്സ്, Bye. ബൈ.